ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റോറി പയ്യൻ. പുതിയൊരു കഥയുമായി ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട്. കഥ പറയുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം കൂടി പറയട്ടെ. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ആ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിനി കഥയിലേക്ക് കടന്നാലോ. ഇന്നെൻ്റെ കഥയിലെ നായികയാണ് മോനിഷ. പട്ടണത്തിലെ പ്രശസ്തമായൊരു കോളേജിൽ ഡിഗ്രി 3-ാം വർഷ വിദ്യാർത്ഥിനിയാണ് മോനിഷ. അച്ഛനും അമ്മയ്ക്കും ഏക മകൾ. അച്ഛൻ വിദേശത്ത് നല്ലൊരു കമ്പനിയിൽ ജോലിക്കാരനാണ്. വീട്ടിൽ അമ്മയും അമ്മൂമ്മയും മോനിഷയും മാത്രമാണുള്ളത്. അത്യാവശ്യം നല്ല സാമ്പത്തികം, കാണാനാണെങ്കിൽ സുന്ദരി, 5.5 അടി പൊക്കം, ഒത്ത ശരീരം. എന്നാലും മുൻഭാഗത്തേക്കാൾ കൂടുതലാണ് മോനിഷയ്ക്ക് പിൻഭാഗം. അതായത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള നിതംബമാണ്. പ്രായത്തിനേക്കാൾ കൂടുതൽ വളർച്ചയുള്ള ശരീരമാണ്. എന്നാലും ആരും ഒറ്റ നോട്ടത്തിൽ മോനിഷയെ കണ്ടാൽ മോഹിക്കും. പലപ്പോഴും മോനിഷ നടന്നു പോകുമ്പോൾ പിൻഭാഗമാണ് ആണുങ്ങളെല്ലാം നോക്കുന്നത്. മോനിഷയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ് മിനി. ചെറിയ ക്ലാസ് മുതലേ അവർ രണ്ടുപേരും ഉറ്റ സുഹൃത്തുക്കളാണ്. ഇപ്പോഴും അതങ്ങനെ തന്നെ. മോനിഷയുടെ അത്ര പൊക്കം മിനിക്കില്ല, തീരെ മെലിഞ്ഞ ശരീരം. മോനിഷയും മിനിയും നടന്നു പോകുമ്പോൾ മിനിക്ക് എപ്പോഴും പരിഭവമാണ്. കാരണം മിനിയെ ആരും നോക്കുന്നില്ല എന്നാണ് അവളുടെ പരാതി. മോനിഷയും നാട്ടിലുള്ള ആണുങ്ങൾ മുഴുവൻ സ്കാൻ ചെയ്യുന്നത് മിനിക്കറിയാം. മിനിയുടെ വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. മിനിയും ഒറ്റ മോളാണ്. മിനിയുടെ അച്ഛൻ ഒരു എക്സ് മിലിറ്ററിയാണ്. ഇപ്പോൾ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ജീവിക്കുന്നു. നല്ല അധ്വാനിക്കുന്ന ശരീരമായതുകൊണ്ട് തന്നെ ആൾ നല്ല ജെൻറ്റിൽമാനാണ്. പട്ടാളക്കാരനായതുകൊണ്ട് തന്നെ നല്ല ചിട്ടയായ വ്യായാമം, കൃത്യസമയത്തുള്ള ഭക്ഷണം, ഇതൊക്കെ കൊണ്ട് പുള്ളി നല്ല വെൽ മെയിൻറ്റൈൻഡ് ബോഡിയാണ്. ഈ പ്രായത്തിലും പുള്ളി സ്വന്തം ശരീരം നന്നായി ശ്രദ്ധിക്കുന്നത് കൊണ്ട് മോനിഷയ്ക്ക് മിനിയുടെ അച്ഛനോട് എന്തോ ഒരു അട്രാക്ഷൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിലും മോനിഷയ്ക്ക് കുറച്ച് പ്രായം ചെന്ന ആണുങ്ങളോട് ഇഷ്ടം കൂടുതലാണ്. എപ്പോഴെന്നറിയില്ല, മിനിയുടെ വീട്ടിൽ പോകുമ്പോഴൊക്കെ ആരും അറിയാതെ അങ്കിളിനെ നോക്കി വെള്ളമിറക്കുമായിരുന്നു മോനിഷ. കൃഷിപ്പണി കഴിഞ്ഞ് വിയർത്ത് വരുന്ന അങ്കിളിനെ കാണാൻ തന്നെ എന്തോ ഒരു സൗന്ദര്യമുണ്ട്. അങ്കിളിൻ്റെ നെഞ്ചിൽ നിറയെ രോമമുണ്ട്. ഇപ്പോഴും നല്ല മസിൽ, ഇപ്പോഴും നല്ല വെൽ മെയിൻറ്റൈൻഡ് ബോഡി. മിനിയുടെ വീട്ടിൽ ഞാൻ പോകുന്നത് തന്നെ അങ്കിളിനെ കാണാൻ വേണ്ടി മാത്രമാണെന്ന് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്. അങ്കിളിനെ നോക്കി നിന്നാൽ സമയം പോകുന്നത് അറിയേയില്ല. അങ്ങനെ വീണ് കിട്ടിയ ഒരു ഒഴിവ് ദിവസം മിനിയും മോനിഷയും കൂടി ഒരു സിനിമയ്ക്ക് പോകാൻ തീരുമാനിച്ചു. അതറിഞ്ഞ മിനിയുടെ അച്ഛനും അവരുടെ കൂടെ സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. വല്ലപ്പോഴും എനിക്കൊരു ചേഞ്ച് വേണ്ടേ മോളെ, വീട്ടിലിരുന്ന് കൃഷിപ്പണിയും ചെയ്ത് മടുത്തു. അങ്ങനെ മിനിക്കും മോനിഷയ്ക്കും ഒപ്പം അങ്കിളും കൂടി പോയി സിനിമയ്ക്ക്. തിരക്ക് കുറഞ്ഞ ബസ്സിൽ കയറി. ബസ് മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് തിരക്ക് കൂടിക്കൂടി വന്നു. ബസ്സിൻ്റെ മുൻപിലായി മിനിയും മോനിഷയും, പിന്നെ ഏറ്റവും ബാക്കിൽ അങ്കിളും. എൻ്റെ പിൻഭാഗത്തിന് ആവശ്യത്തേക്കാൾ കൂടുതൽ വലിപ്പമുള്ളത് കൊണ്ട് അങ്കിളിൻ്റെ മുൻവശത്തെ തട്ടിയാണ് നിൽക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സാധനം പൊങ്ങി നിൽക്കുന്നതായി തോന്നി. പക്ഷേ ബസ്സിൽ അത്യാവശ്യം നല്ല തിരക്കുള്ളത് കൊണ്ട് പിന്നെ ഞാൻ കുറച്ച് നേരത്തേക്ക് അതൊന്നും ശ്രദ്ധിച്ചില്ല. തിരക്ക് കൂടുന്നതിനനുസരിച്ച് അങ്കിളിൻ്റെ നല്ല തടിച്ചു കൊഴുത്ത ഏത്തപ്പഴം എന്നെ തടവാൻ തുടങ്ങി. പക്ഷേ ഞാൻ മാറി നിന്നില്ല, അവിടെ തന്നെ നിന്നു. എന്തോ ഇന്ന് വരെ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്തൊരു സുഖം എനിക്ക് കിട്ടാൻ തുടങ്ങി. അങ്കിൾ ഇട്ടിരുന്ന പാൻസിനകത്തുകൂടി ഏത്തപ്പഴം നന്നായി പൊങ്ങി നിന്നിരുന്നു. അങ്കിളിനോടുള്ള ഇഷ്ടം മനസ്സിലുള്ളത് കൊണ്ടാവാം ഞാനും ഒന്നും അറിയാത്ത പോലെ നിന്നു കൊടുത്തത്. ബസ്സിൽ തള്ളു കൂടുന്നതിനനുസരിച്ച് അങ്കിളിൻ്റെ ഏത്തപ്പഴം കൊണ്ട് എൻ്റെ നിതംബത്തിൽ ഉരയ്ക്കാൻ തുടങ്ങി. ഞാൻ അങ്കിളിൻ്റെ പ്രവൃത്തിയെ എതിർക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അങ്കിളിൻ്റെ കൈവിരലുകൾ എൻ്റെ അരക്കെട്ടിൽ അമർത്താൻ തുടങ്ങി. അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സുഖമാണ്. ആ സുഖത്തെക്കുറിച്ച് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും അറിയില്ല. മുന്നിൽ നിന്നും മിനി എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്കിളിൻ്റെ വിരലുകൾ എന്നെ അതൊന്നും കേൾക്കാൻ സമ്മതിച്ചതേയില്ല.
അങ്കിളിലെ ദീർഘശ്വാസം കേട്ടാലറിയാം എന്നെപ്പോലെ തന്നെ പുള്ളിക്കാരനും നന്നായി എൻജോയ് ചെയ്തെന്നു. സുഖത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തിയെന്ന് മനസ്സിലായത്. അപ്പോഴേക്കും അങ്കിൾ പെട്ടെന്നങ്ങ് പിറകോട്ട് മാറി ഒന്നും അറിയാത്ത പോലെ നിന്നു. ഞങ്ങൾക്കൊപ്പം അങ്കിളും ഇറങ്ങി. പെട്ടെന്ന് തന്നെ തിയേറ്ററിലേക്ക് നടന്നു. ടിക്കറ്റ് എടുത്തു. അത്യാവശ്യം നല്ല തിരക്ക് തിയേറ്ററിലും ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു സൈഡ് സീറ്റാണ് കിട്ടിയത്. ഏറ്റവും അറ്റത്ത് മിനി ഇരിപ്പുറപ്പിച്ചു. അതിൻ്റെ അടുത്ത് ഞാനും, എൻ്റെ അടുത്ത് അങ്കിളും. അങ്കിളിലെ ഇരിപ്പ് കണ്ടപ്പോഴേ ഞാൻ മനസ്സിൽ പറഞ്ഞു, എനിക്ക് ഈ സിനിമ ആസ്വദിച്ച് കാണാൻ കഴിയൂല എന്ന്. ഞങ്ങൾ വന്നതിന് ശേഷം വലിയ താമസമൊന്നുമില്ലായിരുന്നു സിനിമ തുടങ്ങാൻ. സിനിമ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും മിനി പോപ്കോൺ എടുത്ത് ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി. എനിക്ക് പോപ്കോൺ ഇഷ്ടമല്ലാത്തത് കൊണ്ട് എനിക്ക് വാങ്ങിയ സ്പെഷ്യൽ ഐറ്റം ഞാനും കഴിക്കാൻ തുടങ്ങി. അങ്കിളിന് ഇതിലൊന്നും വലിയ താല്പര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ശരീരത്തിലും ഡ്രസ്സിലും മാത്രമാണ് അങ്കിൾ മാറി മാറി നോക്കുന്നത്. ഒരു ക്രോപ്പ് ടോപ്പും സ്കേർട്ടുമാണ് എൻ്റെ വേഷം. സിനിമയിലേക്ക് ഒന്നും അങ്കിളുടെ ശ്രദ്ധ പോയില്ല എന്ന് എനിക്ക് തോന്നി. കസേരയുടെ മുകളിലിരുന്ന എൻ്റെ കൈക്ക് മുകളിലൂടെ അങ്കിൾ കൈവച്ച് നന്നായിട്ട് അമർത്തി. നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? പേടിച്ചു പോയോ? തിയേറ്ററിലെ ശബ്ദത്തിനിടയിലും അങ്കിളുടെ ചോദ്യം എൻ്റെ ചെവിയിൽ മുഴങ്ങി. ഇല്ല, പിന്നെന്താ നീ ഇങ്ങനെ? ഇഷ്ടപ്പെട്ടോ? അടുത്ത ചോദ്യം. ഒരു ചെറു പുഞ്ചിരിയിൽ ഞാൻ ഒതുക്കി. പതുക്കെ ഇടം കണ്ടിട്ട് ഞാൻ മിനിയെ ഒന്ന് നോക്കി. സിനിമ കാണാൻ തുടങ്ങിയാൽ ഭൂമി കുലുങ്ങിയാൽ അവൾ അറിയില്ല. അത്രയ്ക്ക് എൻജോയ് ചെയ്താണ് പുള്ളിക്കാരി സിനിമ കാണുന്നത്. അങ്കിളുടെ ആവശ്യം മനസ്സിലാക്കി ഞാൻ അവളെ ശല്യം ചെയ്യാനും പോയില്ല. അങ്കിളാവട്ടെ ആകെ ഒരു പരവേശത്തിലായിരുന്നു. പതുക്കെ അങ്കിളിൻ്റെ കൈ എൻ്റെ ചുണ്ടുകളെ നന്നായി തലോടാൻ തുടങ്ങി. പതുക്കെ പതുക്കെ ആ കൈ എൻ്റെ ചുണ്ടിൽ നിന്നും കഴുത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ മുൻഭാഗത്തേക്കാൾ എനിക്ക് പിൻഭാഗമാണ് കൂടുതൽ. എന്നാലും ആ ചെറിയ മാമ്പഴങ്ങളെ പിടിച്ച് അങ്കിൾ ഞെക്കാൻ തുടങ്ങി. കൃഷിപ്പണി ചെയ്യുന്ന നല്ലതുപോലെ അധ്വാനിച്ച് തഴമ്പുള്ള കൈ എൻ്റെ മാമ്പഴങ്ങളെ പിഴിയാൻ തുടങ്ങി. സുഖം അതിൻ്റെ തീവ്രതയിൽ നിൽക്കുമ്പോഴോ ഒന്ന് ഉറക്കെ ശബ്ദമുണ്ടാക്കി ആസ്വദിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. തിയേറ്ററാണെന്നുള്ള ഉൾവിളി മനസ്സിലെവിടെയോ ഉണ്ടായിരുന്നു. മാമ്പഴങ്ങളിൽ നിന്ന് അങ്കിളിൻ്റെ കൈ പോയത് എൻ്റെ പൊക്കിളിലേക്കായിരുന്നു. വിരലുകൾ കൊണ്ട് വീണ മീട്ടിയ ശേഷം ആ തഴമ്പുള്ള കൈ എന്നെ ഒരു നിമിഷം സുഖത്തിൻ്റെ എവറസ്റ്റിൽ നിർത്തി. കാരണം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? അതെ, അങ്കിളിൻ്റെ കൈവിരലുകൾ നീന്തി കുളിക്കുന്നത് എൻ്റെ ആമ്പൽക്കുളത്തിലാണ്. മുകളിലേക്കും താഴേക്കും അങ്കിളിൻ്റെ കൈവിരലുകൾ പടക്കുതിരയെ പോലെ പായാൻ തുടങ്ങി. ആ ഓട്ടപ്പാച്ചിലാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. അങ്കിളിൻ്റെ ഏത്തക്കുല വിടർന്നു നിൽക്കുന്നത്. അത് കണ്ടതും എൻ്റെ ശരീരം ചൂട് പിടിച്ചുകൊണ്ടേയിരുന്നു. തിയേറ്റർ AC ആയിരുന്നിട്ട് കൂടിയും എൻ്റെ ശരീരം ചൂടുകൊണ്ട് മൂടി. ഒരുപാട് നാളുകളായി മനസ്സിൽ പതിഞ്ഞ ഇഷ്ടമാണ് എനിക്ക് അങ്കിളിനോട്. അതുകൊണ്ടായിരിക്കാം എനിക്കിതൊന്നും എതിർക്കാൻ കഴിയാതിരുന്നത്. എന്തായാലും 2.5 മണിക്കൂർ സിനിമ തീർന്നത് ഞങ്ങൾ അറിഞ്ഞതേയില്ല. പടം തീർന്നെണീറ്റപ്പോൾ അങ്കിളിരുന്ന കസേരയുടെ താഴെയായി കുറച്ച് വെള്ളത്തുള്ളികൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മിനി അടുത്തുള്ളത് കൊണ്ട് തന്നെ എനിക്കൊന്നും അങ്കിളിനോട് ചോദിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്തായാലും തിയേറ്ററിന് പുറത്തിറങ്ങിയപ്പോൾ അങ്കിൾ ഒരു കാര്യം എന്നോട് പറഞ്ഞു. ഇടയ്ക്കിനി ഫോൺ വിളിക്കണം, നമുക്ക് നല്ലതുപോലെ ഒന്ന് മീറ്റ് ചെയ്യണം, പുറത്തെവിടെയെങ്കിലും വെച്ച്, അല്ലെങ്കിൽ നിൻ്റെ സൗകര്യം പോലെ. എന്തായാലും അതെന്താണെന്ന് വെച്ചാൽ നീ എന്നോട് പറയാൻ മടിക്കരുത്. ശരിയെന്ന മട്ടിൽ ഞാൻ അങ്കിളിനെ നോക്കി തലയാട്ടി. സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്ന ഞങ്ങൾ അവിടെ വെച്ച് 2 വഴിയിലായി പിരിഞ്ഞു. നടന്നു വരുമ്പോൾ എൻ്റെ മനസ്സ് പറയും പോലെ ഞാൻ അങ്കിളിനെ ആഗ്രഹിച്ചതുപോലെ അങ്കിൾ എന്നെയും മോഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ കൂടെ സിനിമയ്ക്ക് അങ്കിളും വന്നതും. എന്തായാലും
ഇന്നത്തെ ദിവസം എനിക്ക് ഒരുപാട് സന്തോഷം തന്നൊരു ദിവസമാണ്. അടുത്ത കൂടിക്കാഴ്ചയ്ക്കായി അധികം വൈകിക്കൂടാ എന്നും പറഞ്ഞു ഞാൻ ബസ് സ്റ്റോപ്പ് ലക്ഷ്യമാക്കി നടന്നു. ഈ കഥയുടെ അടുത്ത ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുക. ഇതുപോലെയുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ആ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അടുത്ത ഭാഗവുമായി ഞാൻ വേഗം വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.